ഒരു ഗ്ലാസ് റവ ഉണ്ടെങ്കിൽ ഇതാ പാത്രം നിറയെ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. വൈകുന്നേരം കുട്ടികൾ സ്കൂൾ വിട്ട് തന്നെ നേരത്തെ ഒരു 10-15 മിനിറ്റ് നേരം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ക്രിസ്പി സ്നാക്കാണ് കേട്ടോ. ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത രീതിയിൽ നമുക്ക് റവ വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് ഇത്. എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അമ്മമാർക്കും ഉണ്ടാക്കിയെടുക്കാനായിട്ട് എളുപ്പമാണ്. പെട്ടെന്നൊക്കെ നമ്മുടെയൊക്കെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുന്നൊക്കെ അറിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓടിയൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. പെട്ടെന്നൊക്കെ നമുക്കിപ്പോൾ സ്നാക്കൊക്കെ വാങ്ങാനായിട്ട് കടയിലൊക്കെ പോകാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതാ ഇതുപോലെ റവ ഇരിപ്പുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇത് നമുക്ക് പുറം നല്ല ക്രിസ്പാണ്, കണ്ടില്ലേ, നല്ല ക്രിസ്പാണ്, നല്ല സോഫ്റ്റുമാണ് കേട്ടോ. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ്. റവയും മുട്ടയും വെച്ചുണ്ടാക്കുന്നതാണ് കേട്ടോ. ഒറ്റൊരു മുട്ടയും ഒരു ഗ്ലാസ് റവ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. നല്ല രുചിയാണ്, ഒന്നും പറയാനില്ല. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അതിനകത്ത് എടുത്തേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വറുത്ത റവയാണ് കേട്ടോ. നമ്മുടെ വറുത്ത പാക്കറ്റ് പൊടിയിൽ വാങ്ങുന്ന റവ ഉണ്ടല്ലോ, അതാണ് ഞാനിപ്പോൾ ഇതുപോലെ ഒരു കപ്പ് നമ്മുടെ ഒരു ചെറിയ ചായ ഗ്ലാസ്സിൽ എടുക്കാവുന്ന രീതിയിൽ ഒരു കുഞ്ഞു ചായ ഗ്ലാസ്സിൽ എടുത്തേക്കുന്ന റവയാണ് എടുത്തിട്ടുള്ളൂ. ഇനി ഞാൻ ഇതുപോലെ ഒരു 4 ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തോരം ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ ഉണ്ടാക്കാം. നമുക്ക് ഇത് തന്നെ അധികമാണ്, ഇത് തന്നെ നമുക്ക് ധാരാളം ബാലൻസ് വരും കേട്ടോ. അപ്പോൾ അത്രയും കൂടുതൽ കിട്ടും. ഞാനിപ്പോൾ ആ 4 ബ്രെഡും ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ മൊത്തം നമ്മൾ ആ റവ ഇട്ട് വെച്ചേക്കുന്നതിൻ്റെ ആ ഒരു കൂട്ടിലേക്ക് തന്നെ നമ്മുടെ ബ്രെഡുകൾ 4ഉം ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാനുള്ള മസാല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 പച്ചമുളകും കുറച്ച് കറിവേപ്പില, അതുപോലെ ഒരു 2-3 വെളുത്തുള്ളിയും, ഒരു കുഞ്ഞി 2-3 വെളുത്തുള്ളിയും, ഒരു ചെറിയ ഇഞ്ചിയും, പിന്നെ നമുക്കൊരു സവാളയും കൂടിയിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. ഇത്രയും കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ട് നമുക്കത് മിക്സിയുടെ ജാറിൽ ഒന്ന് കറക്കി ചതച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ. ഇനി നമ്മൾ ആ ഒരു എടുത്ത് വെച്ചേക്കുന്ന പൊടിക്കൂട്ടിലേക്ക് ഇതുപോലെ അത് ഫുള്ളായിട്ടൊന്ന് കൊട്ടിയിടാം കേട്ടോ. ഇത് വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികൾ ഇപ്പോൾ നമ്മൾ കഴിച്ചിട്ടൊക്കെ ബാലൻസ് ഇരിപ്പുണ്ടെങ്കിൽ 2 ദിവസം വെളിയിൽ ഇരുന്നാലും ഇത് കേടാവത്തില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു പുഴുങ്ങിയ മുട്ടയാണ് എടുത്തേക്കുന്നത്. മുട്ട ഒരെണ്ണം പുഴുങ്ങി എടുത്തിട്ട് നമ്മൾ മുട്ട പുഴുങ്ങിയതൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുത്തു നോക്കിക്കോ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു മുട്ട പുഴുങ്ങിയിട്ട് അതുപോലെ ഒന്ന് ചീമ്പി ഇട്ടിട്ടുണ്ട്. ചീമ്പി എടുക്കാനായിട്ട് ചീമ്പർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കി എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ തവി വെച്ചിട്ടൊന്ന് ഫുള്ളൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇളക്കി ഫുൾ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത്തിരി വെള്ളം നമ്മൾ ആവശ്യം നോക്കി വെള്ളം എടുത്ത് ഒഴിച്ചെടുക്കുക. ഒരുപാട് വെള്ളം കൂടെ കോരി ഒഴിക്കണ്ട കേട്ടോ. നമുക്കൊന്ന് ഏകദേശം ഒരു ബോൾസാക്കി ഉരുട്ടിയെടുക്കാവുന്ന രീതിയിലുള്ള എൻ്റെ വെള്ളം കുറച്ച് വീതം എടുത്തിട്ട് കയ്യിൽ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് അങ്ങോട്ട് ഉരുട്ടിയെടുക്കാം. റവ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 10 മിനിറ്റ് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് ആയിക്കോട്ടെ. റവ ഒന്ന് കുതിർന്ന് കിട്ടാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അതുമല്ല ഇഞ്ചിയുടെ പച്ചമുളകിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ നമ്മുടെ ആ മാവിലേക്ക് പിടിക്കാനൊക്കെ ആയിട്ട് ഒരു 10 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നമുക്കത് എടുത്തിട്ട് കയ്യിലൊരു ഇത്തിരി എണ്ണ എടുത്ത് തുടച്ചതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ചെറിയ ബോൾസുകളായിട്ട് നമുക്കത് ഉരുട്ടിയെടുക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഫുള്ളായിട്ട് അങ്ങോട്ട് ഉരുട്ടിയെടുക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ കട്ട്ലേറ്റ് ഒക്കെ വാങ്ങത്തില്ലേ, വെജിറ്റബിൾ കട്ട്ലേറ്റ്, അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഫുള്ള് ഞാനൊന്ന് ഇതുപോലെ ഒന്ന് ബോൾസാക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കണ്ടില്ലേ. ഈ ഒരു ബോൾസ് നിങ്ങൾ വേണമെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള നമുക്ക് ടിന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വയ്ക്കാം. എല്ലാ ദിവസവും ഇങ്ങനെ ബോൾസ് ഉണ്ടാക്കി ഉരുട്ടിക്കൊണ്ടിരിക്കേണ്ട. ബോൾസുകൾ എടുത്തിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ മതി. എന്നിട്ട് കുട്ടികളൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് അത്യാവശ്യത്തിന് വേണ്ടി മാത്രം എടുത്തിട്ട് ബോൾസാക്കി പൊരിച്ച് കോരി എടുത്താൽ മതി കേട്ടോ. റവ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ആ പൊരിക്കുന്ന എണ്ണ ബാലൻസ് നമ്മുടെ ചട്ടി കിടക്കുകയും ചെയ്യും. റവ ആയതുകൊണ്ട് പെട്ടെന്ന് എഴുതാണ്ടില്ല, ഇതുപോലെ അങ്ങോട്ട് മുരിഞ്ഞ് കോരി എടുക്കുക കേട്ടോ. ഒട്ടും തന്നെ എണ്ണ കുടിക്കത്തില്ല. ഇതുണ്ടല്ലോ, ഇതുപോലെ കോരി എടുക്കാം. നമുക്ക് എണ്ണ ബാലൻസ് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. നല്ല രുചിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. മുട്ടയൊക്കെ കഴിക്കില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോ. റവയൊക്കെ മുട്ടയൊക്കെ വെച്ച് ഉണ്ടാക്കുന്നതല്ലേ, വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് അഭിപ്രായം പറയണം. വൈകുന്നേരം ചായയുടെ ഒപ്പം തന്നെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടലൻ സ്നാക്കാണ്. എളുപ്പത്തിൽ ഒരു 15 മിനിറ്റ് നേരം കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സ്നാക്കാണ് കേട്ടോ. ഉണ്ടാക്കി നോക്ക്, കഴിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് പറയണേ. പിന്നെ നല്ലൊരു വീഡിയോ ഉണ്ടെങ്കിൽ കാണാം. ഫോളോ ചെയ്ത ഫ്രണ്ട്സിനെ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു പരവട്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്ക് അമ്മമാർക്കൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.